ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് സ്നാക്സ് ആണ്. അതിനായിട്ട് ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇത് വേവിക്കാനായിട്ട് ഒരു പാത്രം എടുക്കാം. അതിലേക്ക് 6 kg ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാത്രത്തിലൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡാണ് ആവശ്യമുള്ളത്. ബ്രെഡ് മുട്ടയിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ പാത്രത്തിൻ്റെ അടിഭാഗം മൊത്തം ബ്രെഡ് കൊണ്ട് കവർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതുപോലെ ബ്രെഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ മസാല ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. ഇറച്ചിപ്പത്തിലൊക്കെ എടുക്കുന്ന സെയിം മസാല തന്നെയാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. മസാല ഉണ്ടാക്കാൻ അറിയാത്തവരാണെങ്കിൽ മസാലേൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ കയറി ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ബ്രെഡ് ഇപ്പോൾ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മസാല വെച്ച് കൊടുക്കാം. മസാല മൊത്തത്തിലായിട്ട് ഇങ്ങനെ ബ്രെഡിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 പുഴുങ്ങിയ മുട്ടയാണ് ആവശ്യമുള്ളത്. അതും ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ മേലിലേക്ക് വെച്ച് കൊടുക്കാം. അടിഭാഗത്ത് ബ്രെഡ് വെച്ചാൽ തന്നെ നമുക്ക് മേൽഭാഗത്തും ബ്രെഡ് വെച്ച് കൊടുക്കാം. മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന വിധത്തിൽ തന്നെ വെച്ച് കൊടുക്കണം. ബാക്കി വരുന്ന മുട്ട അതിൻ്റെ മേലിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കായ്പോളൊക്കെ വേവിക്കുന്ന പോലെ ഒരു 10-15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. നമുക്ക് ഇതെടുക്ക് മൂടി ഒന്ന് തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഫ്രൈ പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.